ഇതിനെ ഭാഗ്യം എന്നല്ലാതെ എന്താണ് പറയുക? വീട്ടിലെ 4 അംഗങ്ങളും പുലർച്ചെ 5:45 നല്ല ഉറക്കത്തിലായിരുന്നു. വീടിന് മുകളിൽ എന്തോ പതിച്ചതായി മനസ്സിലായി. ഗൃഹനാഥൻ രാജേഷ് കല്ല് കൂമ്പാരത്തിനിടയിൽ നിന്നും എങ്ങനെയോ പുറത്തു വന്നു. 2 പെൺമക്കളും ഭാര്യയും ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കല്ലുകൾ ഓരോന്നായി പെറുക്കി മാറ്റി രാജേഷ് തന്റെ 2 പെൺമക്കളെയും ഭാര്യ ദീപയെയും ഒരു കണക്കിന് പുറത്തെത്തിച്ചു. പത്തനംതിട്ട പന്തളം കൂരമ്പാലയിലാണ് കാലിത്തീറ്റയുമായി പോയ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. ഞങ്ങൾ വെളുപ്പിന് ഉറങ്ങുമായിരുന്നു. ഒരു 5:15 ആയി കാണും. അപ്പോൾ ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ ചാടി അണിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ പെരയിലോട്ട് ഇളകി ഞങ്ങളുടെ മണ്ടയ്ക്കോട്ട് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പക്ഷേ എൻ്റെ ഭാര്യയെ പിടിച്ച് ഞാൻ ഇറക്കി വിട്ടു. മതിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുന്നില്ലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക് മൊത്തം കട്ട വീണ് കിടക്കുകയാണ്. ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഞാൻ ചെന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വിളി കേട്ടു. അങ്ങനെ ഞാൻ കയറി ചെന്നു, കട്ട മൊത്തം ഇളക്കി മാറ്റി. അന്നത്തെ കുഞ്ഞുങ്ങൾ 2 ഈ ഫയർഫോഴ്സ് വരുന്നപ്പോഴായിട്ട് ഞാൻ അവരെ രക്ഷപ്പെടുത്തിയായിരുന്നു. ഞാൻ തന്നെ രക്ഷപ്പെടുത്തി. വീട് പൂർണ്ണമായും തകർന്നു. രാജേഷിന്റെ മനസാന്നിധ്യമാണ് ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കും തുണയായത്. സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദീപയുടെ അമ്മയ്ക്ക് ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല. ഞാൻ കണ്ണുകൊണ്ട് കണ്ടില്ല. ഞാൻ കണ്ട കാര്യം പോലും എനിക്ക് പറയാൻ എനിക്കിപ്പോൾ വയ്യ. ഇവിടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ വലിയ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇവിടെ അടുത്തം കണ്ടാടി കൊച്ചെന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റ് കട്ടിലേ ഇരിക്കുക. അന്നേരം ഇങ്ങോട്ട് ഇറങ്ങി കഥ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ അങ്ങ് ഭയങ്കര പോകാം. എന്തുവാന്നൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ഇതിലേ കൂടെ ഓടി അവിടെ ചെന്ന് എൻ്റെ മരുമോനെ വിളിച്ചു. എടാ കൊച്ചേ എന്ന് വിളിച്ചപ്പോൾ അവന് 3-4 വിളി വിളിച്ചപ്പോൾ അവന് വിളി കേട്ടിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാനും ഉണ്ടമ്മേ, ഞങ്ങളും ഇവിടെ ഉണ്ടമ്മേ. ഞാൻ ചോദിച്ചാൽ എന്തിയടാ കുഞ്ഞുങ്ങൾ എന്തിയടാന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവരിതിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് ഭയങ്കര പുകയാന്ന് എന്തുവാന്ന് ഭയങ്കര ഇരുട്ടാ. പിന്നെ മേളിലെ സണ്ണിച്ചാനും ഇനി അപ്പുറത്ത് താമസിക്കുന്നവരും കൂടെ ഇറങ്ങി വന്ന് അവരെങ്ങനെയൊക്കെയോന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അവർ എൻ്റെ കുഞ്ഞുങ്ങളെ 4 എനിക്ക് തന്നു. രാജേഷിനെയും ഭാര്യ ദീപയെയും മക്കളായ മീനാക്ഷിയെയും മീരയെയും അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടികളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും സാരമായ പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റിപ്പോർട്ടർ പത്തനംതിട്ട.